നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫി അടുത്ത മാസം നടക്കാനിരിക്കെ ഇന്ത്യൻ ടീമിൽ ചില സർപ്രൈസ് മാറ്റങ്ങൾ സംഭവിച്ചേക്കും എന്നാണ് വ്യക്തമാകുന്നത്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻ സ്ഥാനം ഇപ്പോൾ തുലാസിലായതാണ് ഇതിന് വഴിയൊരുക്കിയത്. ഓസ്ട്രേലിയക്കെതിരെ സിഡ്നിയിൽ നടക്കുന്ന 5ാം ടെസ്റ്റിൽ രോഹിത് ശർമ്മ ടീമിൽ പോലുമില്ല. പകരം ജസ്പ്രീത് ബുംറയാണ് ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. രോഹിത് ഈ ടെസ്റ്റിൽ നിന്ന് സ്വയം പിന്മാറിയതാണ് എന്നാണ് ബുംറ വിശദീകരിച്ചത്. ഏകദിനത്തിലും രോഹിത്തിന്റെ നായക സ്ഥാനം അത്ര ഭദ്രമല്ല എന്നത് യാഥാർത്ഥ്യം. വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം ടീമിനെ നയിക്കുമോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പായിട്ടില്ല. രോഹിത്തിന് പകരം സ്റ്റാർ ഓൾറൗണ്ടറും മുൻ വൈസ് ക്യാപ്റ്റനുമായ ഹർദിക് പാണ്ഡ്യ നായക സ്ഥാനത്തേക്ക് വന്നേക്കും എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. BCCIയുമായി അടുത്ത വൃത്തങ്ങളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിഡ്നി ടെസ്റ്റിൽ നിന്നുള്ള രോഹിത് ശർമ്മയുടെ അപ്രതീക്ഷിത പിന്മാറ്റം ICC ചാമ്പ്യൻസ് ട്രോഫിയിലും അദ്ദേഹത്തിന്റെ പങ്കാളിത്തം സംശയത്തിലാക്കിയിരിക്കുകയാണ്. ബാറ്റിംഗിൽ വളരെ മോശം ഫോമിലൂടെയാണ് ഹിറ്റ്മാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് സിഡ്നി ടെസ്റ്റിൽ അദ്ദേഹത്തിന്റെ പിന്മാറ്റത്തിന് കാരണം എന്നാണ് വിവരം. എന്നാൽ രോഹിത്തിനെ മുഖ്യ കോച്ച് ഗൗതം ഗംഭീർ പ്ലേയിങ് 11-ൽ നിന്നും പുറത്താക്കിയതാണെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. രോഹിത്തിന്റെ മോശം ഫോമിനും ക്യാപ്റ്റൻസിയിലുമെല്ലാം അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുണ്ടെന്നും വിവരങ്ങളുണ്ട്. കഴിഞ്ഞ 3 ടെസ്റ്റുകളിലും രോഹിത്തിന്റെ ക്യാപ്റ്റൻസി ഏറെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മയ്ക്ക് പകരം ഹർദിക് പാണ്ഡ്യ നായകനായേക്കുമെന്ന സൂചനകളാണ് അണിയറ വൃത്തങ്ങൾ നൽകുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇതിനകം തന്നെ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ളയാളാണ് അദ്ദേഹം. നേരത്തെ വൈറ്റ് ബോൾ പരമ്പരകളിൽ ടീമിനെ മികച്ച രീതിയിൽ ഹർദിക് പാണ്ഡ്യ നയിക്കുകയും ചെയ്തിട്ടുണ്ട്. രോഹിത് ഏകദിന ടീമിന്റെ നായകസ്ഥാനം വിടുകയാണെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഹർദിക്കിനാണ് നറുക്ക് വീഴുകയെന്നാണ് BCCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഉയർന്ന സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ ടീമിനെ നയിക്കാനുള്ള പ്രത്യേക മിടുക്ക് ഹർദിക്കിനുണ്ട്. ഓൾറൗണ്ടർ ക്യാപ്റ്റൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ചാമ്പ്യൻസ് ട്രോഫി പോലെയുള്ള ICC ടൂർണമെന്റിൽ ഫേവറേറ്റ് ആക്കുകയും ചെയ്യുന്നതായി അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ശ്രീലങ്കയ്ക്കെതിരെയാണ് ഇന്ത്യൻ ടീം അവസാനമായി ഏകദിന പരമ്പരയിൽ കളിച്ചത്. യുവതാരം ശുഭ്മാൻ ഗിൽ ആയിരുന്നു പരമ്പരയിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ. പക്ഷേ നായകൻ എന്ന നിലയിൽ അനുഭവ സമ്പത്തില്ല എന്നത് ചാമ്പ്യൻസ് ട്രോഫിയിൽ ക്യാപ്റ്റൻസിയിൽ നിന്നും താരത്തെ മാറ്റി നിർത്തുന്നതായും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിച്ചിരുന്നു. T20യിലെ സ്ഥിരം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആണ് നായക സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന മറ്റൊരാൾ. പക്ഷേ T20യിൽ കസർന്ന അദ്ദേഹത്തിന് ഏകദിനത്തിൽ സ്ഥാനം പോലും ഉറപ്പിക്കാനായിട്ടില്ല എന്നത് തിരിച്ചടിയാണ്. പക്വതയുള്ള ക്യാപ്റ്റനായി മാറാൻ ഗില്ലിനെ വളർത്തിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. സ്കൈയുടെ ഏകദിനത്തിലെ പ്രകടനം സ്ഥിരതയില്ലാത്തതാണ്. രോഹിത് ലഭ്യമില്ലെങ്കിൽ ഏകദിന ടീമിനെ നയിക്കാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ഹർദിക്കാണെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്.